ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട മക്കളെ. ഇത് എൻ്റെ എത്ര വൈകി ഞാൻ ആലോചിക്കുകയാണ്. ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് വന്നിരുന്നെങ്കിൽ അനേകം മക്കളുടെ ജീവിതം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ലായിരുന്നു കേട്ടോ. കാരണം പിടിക്കപ്പെട്ട 3 വർഷം തടവും 2 ലക്ഷം പിഴ അടക്കാനായിട്ട് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ എത്ര വൈകി ഞാൻ ആലോചിക്കുകയായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അതൊക്കെ അവിടെ സ്വകാര്യ ദുഃഖങ്ങളാണ്. അതൊക്കെ പകർത്തി റീച്ചിനും വ്യൂവേഴ്സും കമന്റും ലൈക്കും കിട്ടാൻ വേണ്ടിയിട്ട് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള സ്വകാര്യത്തിലേക്ക് എത്തി നോക്കിയാൽ അടുത്ത പുറത്തൊന്നും ചിന്തിക്കാതെ ക്യാമ്പത്തേക്ക് ശിവന്മാരൊക്കെ ഉണ്ട് ചെപ്പ് കൊടുത്ത് നാൾ കൊടുക്കണം കേട്ടോ. കാരണം അനുവാദം കൂടാതെ ഇങ്ങനെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അവരൊക്കെ ഈ നിയമം ഇപ്പോഴല്ല, ഇത് മുൻപ് കൊണ്ടുവരേണ്ടതായിരുന്നു. ഒരുപക്ഷെ അത് ഇപ്പോഴെങ്ങനെ കൊണ്ടുവന്നല്ലോ. ആ യു.ഡി.എഫ് സർക്കാരിന് ബിഗ് സല്യൂട്ട് കേട്ടോ. ഇങ്ങനെ നിയമം കൊണ്ടുവരാൻ നമ്മുടെ സിനിമാ നടൻ സലീം കുമാർ മരിക്കേണ്ടി വന്നു. സലീം കുമാർ മരിച്ചിറക്കുന്ന സമയത്ത് അനേകം മക്കൾ അവർക്കൊന്നും പൊട്ടിക്കരയാൻ പോലും മക്കൾക്ക് ഭാര്യയ്ക്ക് പറ്റുന്നില്ല. അവർക്ക് ചടങ്ങുകൾ നടത്താൻ പോലും പറ്റാതെ തിക്കിത്തിറക്കി നടക്കുകയല്ലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മകൻ പൊട്ടിത്തെറിച്ചത്. ആ പൊട്ടിത്തെറിയാണ് പിന്നീട് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാർ ഇങ്ങനെ നിയമം കൊണ്ടുവരികയും ചെയ്തിട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും മക്കളെ. ഇനി പൊടി പാറിട്ടോ, ഇനി ആരുടെയും അനുവാദം കൂടാതെ അടുക്കള പുറത്തോ അങ്ങാടി പുറത്തോ അല്ലെങ്കിൽ വീട്ടിലെ പോയിട്ട് വീഡിയോ എടുത്ത് അനുവാദം കൂടാതെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തോണ്ടല്ലോ അവർക്ക് 3 വർഷമൊന്നും പോരാ, ശരിക്കും 6 വർഷം ലക്ഷങ്ങൾ പിഴ കൊടുക്കണം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ബിഗ് സല്യൂട്ട് യു.ഡി.എഫ് സർക്കാരിന്.